ശ്രീകുമാറേ. ഓക്കെ. എന്താ പരിപാടി? എന്തോ പരിപാടി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചെറിയൊരു വർക്കുണ്ട്. എവിടെ? അല്ല, ഇയാള് കുറെ വർക്കുകൾ ചെയ്തു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്, കേട്ടത്. എവിടാണ്, എങ്ങനെയാണ് സംഭവം, എന്താണ് സംഭവം? പിന്നെ ഇയാൾ കലാകാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട്. ഇത് വല്ല നടക്കുന്ന കേസ് വല്ലതും ആണോ? നടക്കുന്ന കേസ് തന്നെ. അപ്പൊ എവിടെ വർക്ക് നടക്കുന്നത്? വർക്ക് നടക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ തന്നെ? അപ്പം എന്തൊക്കെയാണ് വർക്കുകൾ? അത് നമ്മളൊരു വ്യാളി ചെയ്യുന്നുണ്ട്. പിന്നെ കടയ്ക്കലെ കുതിരയുടെ 2-3 വർക്കുകൾ വന്നിട്ടുണ്ട്. തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിന്റെയൊക്കെ വർക്ക് അപ്പം അടിച്ചു പൊളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫീനിക്സ് മീഡിയ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കലാകാരന്റെ വീട്ടിലേക്കാണ്. നമ്മുടെ ചടയമംഗലത്ത് തന്നെയാണ്. ചടയമംഗലം പട്ടത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കലാകാരൻ. അറിയപ്പെടാത്ത കലാകാരനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കരവിരുത് ശ്രദ്ധേയം തന്നെയാണ്. കാരണം തടികളിൽ വിസ്മയം തീർക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ചില ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം നിങ്ങൾ തയ്യാറല്ലേ ഈ കലാകാരനെ കാണുവാൻ, ഈ കലാകാരൻ്റെ വിശേഷങ്ങൾ അറിയുവാൻ? നിങ്ങളെയും ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഓക്കെ, നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ കലാകാരൻ കരവിരുതിൽ ശ്രദ്ധേയനായ, തടികളിൽ വിസ്മയം തീർക്കുന്ന ഈ കലാകാരൻ താമസിക്കുന്നത് ഈ വീട്ടിലാണ്. ഇദ്ദേഹം കടമ്പനാട് സ്വദേശിയാണ്, എന്നാൽ ഇപ്പോൾ സ്ഥിരതാമസം ചടയമംഗലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാടക വീടാണ് ഇത്. എന്നിരുന്നാൽ പോലും അദ്ദേഹം കലയെ അത്രത്തോളം സ്നേഹിക്കുന്ന, കലയെ ഉപാസനയായി കാണുന്ന ഒരു കലാകാരൻ തന്നെയാണ്. നമുക്ക് ആ കലാകാരനെ പരിചയപ്പെടാം. എവിടാ അപ്പം വർക്ക് ചെയ്യുന്ന? എവിടെയാ? ഇത് കടക്കിലെ നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതും തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ഈ വാളി പണി? അല്ല, ഇത് സ്വകാര്യ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പണി. സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇത് അവർക്കിപ്പോ അവരുടെ വീട്ടിൽ അല്ല, കുതിരയുടെ ഫ്രണ്ട് ഈ വാരി പിടിക്ക് വെക്കുന്ന സംഭവം. ശരി, നമുക്ക് ഇവിടോട്ട് ഇരിക്കാം. ഈ പണി തുടങ്ങിയിട്ട് കാരണം കുറച്ച് നാളുകൾ ഞാൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു. ഞാൻ കുറച്ച് പുറത്തായിരുന്നു. അപ്പൊ പുറത്ത് വെച്ച് ഞാൻ ഒരു പത്ര കട്ടിങ് കണ്ടിരുന്നു. ആറന്മുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരനടയിൽ, ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ സൈഡിൽ അഗ്നിബാധ ഉണ്ടായി. അപ്പൊ ഈ പത്ര കട്ടിങ് ഞാൻ ഈ അടുത്ത സമയത്താണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് എപ്പോഴും ഈ മലയാള പത്രങ്ങൾ കിട്ടണമെന്നില്ല, കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് പുറത്തു പോകുമ്പോൾ കിട്ടാൻ പാടില്ല. അങ്ങനെ ഞങ്ങളൊരു കഫ്തേരിയ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ സാറിന്റെ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞിട്ടായിരുന്നു സംഭവം. അത് ആറന്മുള ക്ഷേത്രത്തിലെ അഗ്നിബാധ ഉണ്ടായ സമയത്ത് നമ്മുടെ കോട്ടാത്തല വിജയനായിരുന്നു പണികൾ. കോട്ടാത്തല വിജയൻ സാറായിരുന്നു, അറിയാം. അദ്ദേഹം പ്രസിദ്ധനാണല്ലോ. അപ്പോഴ അദ്ദേഹത്തിന്റെ ചേട്ടനുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചേട്ടന് കൊത്തുപണിയൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഞാനാ. അന്നേരം അദ്ദേഹത്തിന്റെ കെയർ ഓഫില് ഞാൻ ആറന്മുള ക്ഷേത്രത്തിൽ ഇതേപോലെ വ്യാളി ചെയ്തു കൊടുത്തു. അല്ല, അത് ആ പത്ര കട്ടിങ്ങിൽ ആ വ്യാളിയിലെ തൂങ്ങി കിടക്കുന്നത് കണ്ടത് ഞാൻ. ഇതേപോലുള്ള വ്യാളിയാണ് ചെയ്തു കൊടുത്തത്. അത് ഇപ്പം വർഷങ്ങൾ ഒരുപാടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആദ്യമായിട്ട് പണിയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പുത്തൂര് കണിയാവുകി അമ്പലത്തിലെ കുതിരയുടെ പ്രവട സെറ്റാ. ആദ്യമായിട്ട് കുതിരയുടെ തലയാണോ? തലയല്ല, പ്രവട സെറ്റ്. സെന്ററിൽ വെച്ചേക്കുന്നത് കൊത്തുപണി, മൊത്തം കൊത്തുപണിയാണ്. അല്ല, നമുക്ക് ഇവിടെ കടയ്ക്ക് തിരുവാതിരയ്ക്കും ഈ നെടുങ്കുതിര എടുപ്പിന് 4 സൈഡിലും ഭഗവാന്റെയും ഭഗവതികളെയും ഒക്കെ ഇത് കൊത്തി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതേ സംഭവം തന്നെ. അത് കഴിഞ്ഞിട്ട് ആറ്റുശ്ശേരി കൊച്ചുകുതിര ഇപ്പോഴവരത് വലുതാക്കി നല്ല രീതി ചെയ്തിട്ടുണ്ട്. നല്ല സഹകരണമുള്ള നല്ല സൂപ്പർ പിള്ളേരുമാണ്. അതിനകത്ത് കുട്ടൻ, സത്യൻ, അനു എന്ന് പറയുന്ന നല്ല നല്ല കുറച്ച് ചെറുപ്പക്കാരുടെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കുതിര രണ്ടാമത് അവർ വലുതാക്കിയതും നല്ല ഒരു ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോ ഈ പണികളൊക്കെ എടുക്കുമ്പം സഹായിയായിട്ട് ഇല്ല, ആരുമില്ല. ഒറ്റയ്ക്കുള്ള പണികൾ, പ്രയാണം തന്നെയാണ്, ഒറ്റയ്ക്ക്. അപ്പൊ ഇത് എത്ര വർഷം കൊണ്ട് ഈ കൊത്തുപണിയായിട്ട് ഈ സമൂഹത്തിലുണ്ട്? അതിപ്പം ഒരു 30-35 കൊല്ലം. എന്നിട്ട് ഇതുവരെയും ഇത് പൊതുജനം അറിഞ്ഞിട്ടില്ലല്ലോ. അതെന്താണ് സംഭവം? അതോ ഇതിനോട് താല്പര്യം ഇല്ലയോ? ഞാൻ ഈ പൊതുജനങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെന്താണ്? പൊതുവെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ചുമ്മാ ഒരു കൊച്ചു പ്രതിമ ഉണ്ടാക്കിയാലും അത് യൂട്യൂബിനകത്ത് ഇട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ്.
പക്ഷെ ഞാനിപ്പം വന്നത് നമ്മുടെ ഒരു സുഹൃത്തായ താങ്കൾ ഇത്രത്തോളം എത്തുമ്പോ അത് പൊതുജനം അറിയണം എന്ന് ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വന്നത്. അത് പിന്നെ അവിടുത്തെ പ്രൗഢ സെറ്റ് കഴിഞ്ഞതിന് ശേഷം ചുറ്റുമല മതിലകം കുതിരയുടെ പ്രൗഢ സെറ്റ് കൊത്തുപണി. അത് കഴിഞ്ഞിട്ട് പിന്നീട് താഴെ മേഖല. താഴെ മേഖലയുടെ കൊത്തുപണി എന്ന് പറഞ്ഞാൽ അത് സൂപ്പറായിട്ട് ഉള്ള, അത് ശില്പങ്ങൾ പോലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള സംഭവവികാസം ചെയ്തത് കൊണ്ട് ഇത് കണ്ട് ആൾക്കാർ വന്ന് ഇത് ആരാ പണിഞ്ഞെന്ന് വെച്ച് അങ്ങനെ വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ പാരകളും ഉണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോ കടയ്ക്ക് തിരുവാതിരയ്ക്ക് വേണ്ടി ഈ കുതിരയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കടയ്ക്ക് തിരുവാതിരയുടെ സംഭവം അല്ല ഇതിന്റെ മസ്റ്റായിട്ടുള്ള സംഭവം. ഇത് കടയ്ക്കലെ നമ്മുടെ സാബു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. അവന് ഒരു കുതിര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്തു കൊടുക്കുന്നത്. കാരണം ഞാൻ ഈ കുതിരപ്പണിയെന്നല്ല, കുതിരയുടെ പ്രൗഢ സെറ്റ് അവിടെ ചെയ്തു. പിന്നെ ചാത്തന്നൂര് ഭൂതത്താൻ ക്ഷേത്രത്തിലാണ്. ഭൂതത്താൻ ക്ഷേത്രത്തിലെ പഴയ കുതിരയുടെ പഴയ പ്രൗഢ സെറ്റ് പണി. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർക്കും ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഈ സംഭവം അങ്ങ് നിർത്തിയാൽ എന്താന്ന്. കാരണം അവരുടെ ആ ഇടപെടിയിൽ അങ്ങനെ അമ്പലത്തിലെ ഭാരവാഹിയുടെ കുഴപ്പം കൊണ്ടല്ല, അല്ല വേറെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള രീതി ആയതുകൊണ്ട്. അത് മാത്രമല്ല, പിന്നെ കടവൂര് പ്രൗഢ സെറ്റ് ചെയ്തു കൊടുത്തു. അവിടെ നിന്നും എനിക്ക് കിട്ടിയത് പ്ലസ് പോയിന്റ് അല്ല, മൈനസ് പോയിന്റ്. അത് സ്വാഭാവികമാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ സംഭവം, ഈ ഒരു മേഖല ഞാൻ ഇവിടെ നിർത്തുക. എന്തിന് ഒരാളുടെ പരാതി ഇട്ടിട്ട് അവൻ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ദൈവം തന്ന ഒരു കഴിവാണ് ഈ ശില്പങ്ങൾ ചെയ്യുക. അതും തടിയിൽ. നമ്മ പറഞ്ഞു കഴിഞ്ഞാൽ തടിയിൽ വിസ്മയം തീർക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു കല തന്നെയാണ്. അത് ദൈവം നിങ്ങൾക്ക് അറിഞ്ഞു തന്ന ഒരു കലയാണ്. അപ്പോൾ അത് ഒന്നോ രണ്ടോ പേര് പറയുന്നത് കേട്ട് ഒഴിവാക്കാനുള്ളതാണോ ഈ കല എന്ന് പറയുന്നത്? അല്ല, ഇത് പറയാന് ഇതിനകത്തിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതിനോട് താല്പര്യവും. ഇത് ഞാൻ തന്നെ ചെയ്യണം. ഇത് ഇപ്പം അവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തന്നെ ചെയ്യണം എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അത് ആ കലയുടെ ആ ഒരു മൂല്യം കൊണ്ട്. അല്ലാത്തവര് അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം നമുക്ക് തന്ന കല അല്ലെങ്കിൽ തന്ന കഴിവ് അത് നമ്മൾ വീണ്ടും പരിപാലിച്ച് തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ കടക്കലെ സാബു എന്ന് പറഞ്ഞു. സാബു എന്ന് പറഞ്ഞു, അണ്ണാ ഞാനൊരു സ്വന്തമായിട്ടൊരു കുതിര പണി, എനിക്ക് അതിൻ്റെ പ്രൗഢ സെറ്റ് അണ്ണാൻ ചെയ്തു തരണം. ഞാൻ പറഞ്ഞു, സാബു ഞാൻ ഈ പണി അങ്ങ് ഉപേക്ഷിച്ചതാണ്, ഒരിക്കലും ചെയ്യരുത്. ഇപ്പം അളിയൻ പറഞ്ഞതുപോലെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ദൈവം നിങ്ങൾക്ക് തന്ന കഴിവ് അത് നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ, എന്ന് പറഞ്ഞാൽ അളിയനെ അറിയുന്ന ഞങ്ങളെ കണക്കുള്ള കുറച്ച് പേരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു സംരംഭമായി ഞാൻ അളിയനെ കാണുവാനും എത്തിയത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പോ ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു 3-4 ചുവർ ചിത്രം തടിയിൽ ചെയ്തു എന്നാണല്ലോ. അതെവിടെയാണ് സംഭവം? അത് പറയാന് ഈ സാബുവിന്റെ കൂട്ടുകാരനാണ് ഈ കേരളപുരം ബിജു എന്ന് പറഞ്ഞത്, പൂജപ്പുര. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള കലാവസനായിട്ട് നല്ല ബന്ധമുണ്ട്, താല്പര്യമുണ്ട്. നല്ല ഒരു കലാകാരനെയാണ് അയാൾക്ക് ആവശ്യം തന്നെ. അപ്പോഴേ ഈ സാബുവിന്റെ കറപ്പിലാണ് അവർ വന്നതും. പിന്നെ ഞങ്ങളുടെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ തൂക്കൊക്കെ തയ്ക്കുന്ന ശോഭ ചേച്ചിയാണ്. ശോഭ എന്ന് പറയും. അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വൈഫാണ്, വേണു എന്ന് പറയും. അദ്ദേഹമാണ് തൂക്കൊക്കെ പണിയുന്നതും. ഞങ്ങളാണ് കൊച്ചുനാളി പോലെ ആ ഒരു സഹകരണ രീതി കൊണ്ടും ഇവർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ടും ഈ സാബുവിൻ്റെയും ഈ ശോഭയുടെയും സമ്മർദ്ദമല്ല, അയാൾ നല്ലൊരു കലാകാരനാണെന്ന് പറഞ്ഞ് ബിജുവിനെ ബോധ്യപ്പെടുത്തി ബിജുവിന്റെ വർക്കാണ് അകത്തിരിക്കുന്നത്. എന്നാൽ അതൊന്ന് കണ്ടാലോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എന്നോട് പറഞ്ഞ വ്യക്തി ഷിബു എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അവനും ഒരു ചെറിയ കലാകാരൻ തന്നെയാണ്.
അതിലുപരി ഷിബുവിന്റെ വൈഫ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം ശ്രീലക്ഷ്മി എന്റെ അനിയത്തിയാ. അപ്പൊ ഷിബു ആണ് എന്നോട് പറഞ്ഞ ഇതേണൊക്കെ ഷൈജോളെ ആളിയും കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണണേന്ന്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം. ഇതിപ്പോ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു സംഭവം? ഇത് ഒരെണ്ണം 15 ദിവസം. 15 ദിവസം ഇതിന്റെ പെയിന്റിങ് ഉൾപ്പെടെ ഇത് 20 ദിവസമാണ്. ഞാനിത് 15 ആക്കിയതാണല്ലേ? കാരണം രാത്രിയും പകലോട്ടിരുന്ന് ചെയ്ത വർക്കാ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തം പീസ് വർക്കുകളാണ്. അതെ, അത് കാണുമ്പോ അറിയാം നമുക്ക്. ഈ ഒരു ശൂലം തന്നെ ഒരു പീസാണ്, അതിന്റെ ബാക്കി വേറൊരു പീസാണ്. പിന്നെ ഈ ബോഡി മൊത്തം പീസാണല്ലേ? അതപ്പം ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ കഴിയുന്നത്? ഇതെന്ന് പറഞ്ഞപ്പം എനിക്ക് ജന്മമായിട്ട് കിട്ടിയ ഒരു കലാവാസന. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛനായാലും അപ്പൂപ്പനായാലും മൂത്ത ചേട്ടനാണെങ്കിലും ഇതിന്റെ വർക്കാണ്. അന്നേരം ആ ഒരു സംഭവം ഇന്നലേക്ക് പകർന്നു കൊടുത്തു. ആ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ പൂർവികർ തന്ന ഒരു സമ്മാനം തന്നെ. അത്രയാണ്. അല്ലാതെ ഇത് പഠിച്ചതല്ല. അപ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞ ഒറ്റ സംഭവം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരപ്പ് മാത്രമേ ഉള്ളൂ. വരപ്പ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയും മാവേലിക്കര. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരാൾ പഠിച്ചതല്ല എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കണം എന്നില്ല. പക്ഷേ ഇതിന് ഇനി പറയുവാൻ വാക്കുകളില്ല. വേറെ അടുത്തവർക്ക് ഏതാണുള്ളത്? ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, ഇതുപോലൊരു ശിവനെ ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? അത് വേറൊരു സംഭവം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് എൻ്റെ ഐഡിയയില് അത് മാറ്റിയിട്ട് ഞാൻ ഈ ദേവീയ വിഗ്രഹം ഉണ്ടാക്കി. അത് ഇതിന്റെ ഓണറോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓണർ പക്ക ഡീസൻ്റാണ്. പായയുടെ ഇഷ്ടത്തിനെ വിട്ടിരിക്കുക എന്ന് പറയുമ്പം നമുക്കത് സന്തോഷമാണ്. അതെ, അതാണ് ഇഷ്ടത്തിന് വിട്ടിരിക്കുക. കാരണം അദ്ദേഹത്തിന് അറിയാം കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ കഴിവ് കൊണ്ട് താങ്കൾ എന്ത് ചെയ്താലും അത് ശോഭിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് താങ്കളുടെ ഇഷ്ടത്തിന്. അതാണ് കേരളപുരം ബിജു എന്ന് പറയുന്നത്. അതെ. അപ്പം അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കണം. കാരണം ഇദ്ദേഹം ഇത് ഒഴിവാക്കി പോവാൻ ശ്രമിച്ചപ്പോൾ ഈ കേരളപുരം ബിജു എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഈ സാബു ബിജു, ഈ കടക്കൽ സാബു, കേരളപുരം ബിജു, പിന്നെ ശോഭയും. അപ്പോ ശോഭ ചേച്ചിക്കും കേരളപുരം ബിജുവിനും കടക്കൽ സാബുവിനും ഞങ്ങളുടെയും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം നിർത്തിവെച്ച കലയെ തിരിച്ചും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നത് അവര് തന്നെയാണ്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. അതിലുപരി ഇദ്ദേഹത്തെ തിരിച്ച് ഈ വഴിയിലേക്ക് എത്തിച്ചതിനും നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. അപ്പൊ പറഞ്ഞു ആ ശിവന്റെ ഇതാണോ ഇപ്പം ഈ ദുർഗാദേവിയായി മാറിയത്? അതെ. അതെങ്ങനെയാണ് ചെയ്തത്? ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാകുന്ന ഒരു ചൈതന്യം. ആ ചൈതന്യം അത് നമ്മുടെ മെമ്മറി വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണല്ലേ? ഇതും പീസ് വർക്ക് തന്നെയാണല്ലേ? പിന്നെ അതിന്റെ മണ്ടയ്ക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. വരച്ച് നമുക്ക് അത് മൂളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെ. അത് ദേവിയാണെന്ന് സങ്കല്പിച്ച് അങ്ങ് തകർക്കുക. അത്രേ ഉള്ളൂ. അപ്പം ദേവിയെ ഉപാസിച്ചുകൊണ്ട് ദേവിയെ സൃഷ്ടിക്കുക. അത്ര തന്നെയാണ്. അപ്പോ സമ്മതിക്കണം. അത് താങ്കൾ ഉണ്ടാക്കിയതാണോ? ഒരു കൃഷ്ണനെ കാണുന്നു, നമുക്ക് നോക്കാം. ഇതും അത് തന്നെ. തടിയിൽ തന്നെയാണല്ലേ? മുഖത്തിനൊക്കെ ഇച്ചിരി ഡാമേജ് ഉണ്ട്. ഇത് എത്ര നാളായിട്ടുണ്ട് ഇത് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 6-7 വർഷമായി. 6-7 വർഷമായി. 7 വർഷം കൊണ്ട് ചെയ്ത് ഒരു ആലിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ നല്ല ശോഭയുണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം എങ്ങനെ സാധിച്ചെടുക്കുന്ന എന്റെ പൊന്നളിയാ, സമ്മതിക്കണം നിങ്ങളെ. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ നിങ്ങൾക്ക് ഈ വർക്കുമായി മുന്നോട്ട് പോകൂടെ? അത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നോക്കരുത്. ദൈവം തന്ന ക്ഷേത്രം ചാത്തന്നൂർ അത്തം ദേശീയോത്സവം ആദരവ് ശ്രീ ശ്രീകുമാർ കടമ്പനാട് നെടുങ്കുതിര പ്രഭട ശില്പി. ഈ ഒരു അവാർഡ് കിട്ടിയിട്ട് പോലും താങ്കൾ ഇതാരെയും അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾക്ക് വിഷമമുണ്ടതിനകത്ത്.
ഇപ്പോൾ ഞാൻ തീർത്ത് പറയുന്നു. ശ്രീ ഭൂതനാഥ ക്ഷേത്രം ചാത്തന്നൂർ അത്തം ദേശീയോത്സവം ആദരവ് ശ്രീ ശ്രീകുമാർ കടമ്പനാട് നെടുങ്കുതിര പ്രഫട ശില്പി. ഇത് എന്താണ് സംഭവം? ഈ നെടുങ്കുതിര പ്രഫട എന്ന് പറയുന്നത് എന്താണ്? പ്രഫട എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ സെന്ററിൽ വെക്കുന്ന സാധനം. ആ, കുതിരയുടെ സെന്റർ. ആ സെന്ററിലല്ലേ ഇതുപോലുള്ള ഇത് കുറ്റിയറ എന്ന് പറയും. കുറ്റിയറ എന്ന് പറയാൻ കുറ്റിയറ കഴിഞ്ഞിട്ടാണ് പിന്നെ തട്ട് വരുന്നത്. തട്ടിന്റെ മണലിലാണ് ഈ പ്രഫട സെറ്റ് വരുന്നത്. ഈ ആദരവ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഈ ആദരവ് കിട്ടിയിരിക്കുന്നത് 2023 ഏപ്രിൽ 6 ഈ ആദരവ് കിട്ടിയിരിക്കുന്നത്. 2023. ഇപ്പോൾ 2020 എത്രയാണ് പറ? ഈ വർഷം ഏതാണ്? 25. അപ്പൊ എത്ര വർഷമായി? വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് കോടതി ക്ലർക്കാണ്. ഇപ്പം ആള് ജോലിക്ക് പോയോ? ജോലിക്ക്. നമുക്ക് വ്യാളിമുഖത്തിന്റെ അടുത്തോട്ട് പോവാം. ഇതിപ്പോ പണിഞ്ഞോണ്ടിരിക്കുകയാണോ? ഇത് എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ്? ഇതിന് 1 മാസം. 1 മാസമാണല്ലേ? ഇത് ഒറ്റത്തടിയാണോ? ഒറ്റത്തടിയാണോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് മിഷൻ വർക്ക് കുറവാണ്. മിഷൻ വർക്ക് ഇല്ല. എല്ലാം ഉളിയും കൊണ്ടുള്ള പരിപാടിയുള്ളൂ. അതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ശില്പിയുടെ കയ്യിലുള്ളത് ഇതൊരു ഉളി, ഇതൊന്ന് പറയരുത്. ഇതൊന്ന് അല്ല, ഇത് പറയണമല്ലോ. ഇതൊന്ന്, ഇത്, പിന്നെ ഒരു മാർക്കർ. ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയുധം. ഇതിന് എന്താ കൊട്ടുകൂടി? അങ്ങനെ കൊട്ടുകൂടി. ഇത് വെച്ചിട്ടാണ് ഈ കണ്ട സംഭവങ്ങളെല്ലാം ചെയ്തത്. അപ്പോ എന്റെ ഒരു ചോദ്യം, ഇദ്ദേഹത്തെ അംഗീകരിക്കണമോ വേണ്ടയോ? അത് എന്റെ പ്രേക്ഷകർ പറയുക. ഇദ്ദേഹത്തെ അംഗീകരിക്കണമോ വേണ്ടയോ? ഈ പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും എല്ലാം തരുന്ന വ്യക്തികളുണ്ട്. അത് ഒന്ന് എൻ്റെ ഭാര്യ ഷീല, പിന്നെ അവിടെ ആങ്ങള, അതായത് എൻ്റെ അളിയൻ ഷിബു, പിന്നെ അവരുടെ അച്ഛനും അമ്മയും, പട്ടത്ത് ജനാർദ്ദനൻ, പ്രസന്ന. പിന്നെ അതിലുപരി എല്ലാ ഹെൽപ്പുകളും എന്നെ വഴക്ക് പറയുകയും ചുമ്മാ ഇവിടെ ഇരിക്കരുത്, എല്ലാം പണിഞ്ഞ് ചെയ്തു തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു ശാസനയോട് എന്നെ പ്രചോദനം ചെയ്യുന്ന ഒരു വ്യക്തിയും കൊണ്ടുണ്ട്. ശ്രീലക്ഷ്മി. അനിയത്തി, ഞങ്ങളുടെ കുഞ്ഞനിയത്തിയാണ്. ഇപ്പോ ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ പേര് തന്നെയാണ്. കാരണം ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷനില് ശ്രീലക്ഷ്മി ഇപ്പോ പേരെടുത്ത് നിൽക്കുകയാണ്. അതിലെ മെമ്പറാണ്. ഞങ്ങൾക്കും അഭിമാനം തന്നെയാണ് ശ്രീലക്ഷ്മി. അതില് ഉപരി അവള് നല്ല രീതിയിൽ പാട്ടും പാടുന്നുണ്ട്. അറിയാം, യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ശ്രീലക്ഷ്മി. പക്ഷെ ഇത്രയാണ്. ഇപ്പം വേറെ കാര്യമുണ്ട്, ഇവർ ഇത്രയും പേര് നല്ല രീതിയിൽ എനിക്ക് പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കലാവാസനകൾ ചെയ്യാൻ പറ്റും. അതെ, കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അതിജീവനം ഉണ്ടാവുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല. ഉടക്കും വഴക്കും വേറെ രീതിയിൽ അങ്ങ് പോകും. അപ്പോ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്, ഇത്രയും കലാപരമായ കലാവാസനയുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിനും എന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിനും ഒത്തിരി നന്ദി. നമസ്കാരം. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ.